ഇന്നലെ നമ്മൾ ഫീൽഡ് വിസിറ്റിന് പോയപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കടലിൻ്റെ ഭാഗങ്ങളുള്ള സ്ഥലങ്ങളിലൊന്നും ആൾക്കാർ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു വർഷാപ്പുകാരോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തുരുമ്പ് പിടിക്കുന്നു എന്നുള്ള കാരണങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഈ പല ആൾക്കാരും നമ്മുടെ കയ്യിൽ നിന്നുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. പല ആൾക്കാർ ഈ ഇതിൽ തന്നെ കുറഞ്ഞ കമ്പനികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു 5-6 കൊല്ലമായിട്ടാണ് മാർക്കറ്റിൽ ഇങ്ങനത്തെ കമ്പനികൾ ഈ US 304 മറ്റേ ഇമ്പോർട്ടഡ് പൈപ്പുകളൊക്കെ വന്നു തുടങ്ങി. ചൈന പൈപ്പുകളൊക്കെ കണ്ടമാനപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊന്നും ജനങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും അവരിപ്പോൾ അത്ര കാശ് ചിലവാക്കി ചെയ്തതാണ്. അപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പല സ്ഥലത്തും കറുത്തിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്, ഞാൻ നോക്കിയായിരുന്നു. അപ്പോൾ നല്ല ക്വാളിറ്റി പൈപ്പുകളൊന്നും അങ്ങനെ അധികം വരാറില്ല. പിന്നെ കറക്റ്റായിട്ട് അത് യൂസ് ചെയ്യാൻ എൻ്റെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. നമ്മളതൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു പ്രത്യേകത കൂടി ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. കാരണം ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഇതിന് ഒരു സൊല്യൂഷൻ ഉണ്ട് നമുക്ക്. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്കറിയാവുന്നൊരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. നമുക്കിത് ബഫ് ചെയ്തിട്ട് ഈ കറുപ്പുള്ളതും അതുപോലുള്ള സംഭവങ്ങളൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റിലാണ് കംപ്ലൈൻറ്റ് വന്നിട്ടുള്ളതെങ്കിൽ നമുക്കത് ചെയ്തു കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ബഫ് ചെയ്ത് വരുമ്പോൾ അതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ 13 കണ്ടൻറ്റ് ചേർന്നിട്ടുണ്ടാവുന്നതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. അപ്പോൾ അതിൻ്റെ ഒരു ലെയർ പോകുമ്പോൾ ഇത് പണ്ടത്തെ പോലെ തന്നെ പണ്ടത്തെക്കാട്ടിലും ഉപരിയായിട്ട് തിളങ്ങി നല്ല പോളിഷ്ഡായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിന് നമുക്കൊരു ബഫിങ് യൂണിറ്റ് ഉണ്ട്, നമ്മളത് ചെയ്തു കൊടുക്കുന്നുണ്ട് വല്ല ചോദിച്ചു വരുന്ന ആൾക്കാർ. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് എൻ്റെ ശ്രദ്ധയിൽ പെട്ടത്, പല ആൾക്കാരും മടിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ എടുക്കാൻ മടിക്കുന്നത് പല വീട്ടിലും കണ്ടിട്ടുമുണ്ട്. അത് പല വീട്ടിലും അതങ്ങനെ കാണാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തോ ഒരു ഇത് നടന്നിട്ടുണ്ടായിരിക്കും, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കതിനെ കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരെ പല സ്ഥലത്തും കംപ്ലയിൻറ്റ്സ് വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ബഫിങ് ചെയ്ത് കൊടുക്കാം. ബഫിങ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രതലം പോവുകയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന കുറച്ച് സ്റ്റോൺസും കാര്യങ്ങളാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ചേട്ടാ ഹരിയായിട്ട് പോവാം, ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഉപയോഗിക്കേണ്ടതെന്നൊന്ന് പറഞ്ഞു കൊടുക്കുക. എങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ടത്തെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പോളിഷ്. അപ്പോൾ അവർ എന്തായാലും പല ആൾക്കാരും ഇപ്പോൾ അത്രയും കാശ് ചിലവാക്കി എടുത്ത് ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പോൾ അവർക്ക് പൊളിച്ച് കളയാന്ന് പറഞ്ഞൊരു എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നമുക്കൊരു കുറഞ്ഞ ചിലവിൽ ഇത് ചെയ്യാൻ പറ്റും ഇല്ലേ? ബഫിംഗ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ചിലവിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ക്വാളിറ്റി കുറഞ്ഞതാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ 2 കൊല്ലം 3 കൊല്ലം കൂടുമ്പോൾ ചിലവ് ചെയ്യേണ്ടി വരും. ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ ചിലപ്പോൾ 1 ടൈം ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആവും. എനിക്ക് പല ദിവസങ്ങളും 1 ടൈമിൽ ക്ലിയർ ചെയ്തിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങളിൽ കസ്റ്റമേഴ്സിനെ ഇതിനെക്കുറിച്ച് നോളേജ് ഉണ്ടാവില്ല, എന്തൊക്കെ ഉപയോഗിക്കണം. കൂടുതൽ നമ്മൾ കാണുന്നത് ഈ ബാൽക്കണികളിലൊക്കെയും ഈ തുണി തോരയിടുന്ന ആൾക്കാരെ കാണുന്നത്, അവരതൊരു അഴുക്കൊലമായിട്ട് ഉപയോഗിക്കും. പക്ഷെ അതൊന്നും ചെയ്യാൻ പാടില്ല ഒരു കാരണവശാലും. കാരണം നനവുള്ളൊരു സാധനമാണ് അത്. എത്ര വെള്ളം കഴിയുമ്പോൾ കുത്തി ഒഴിച്ചാലും സ്റ്റീലിൽ കുത്തി ഒഴിച്ചാലും താഴെ കൊണ്ട് കുഴപ്പമില്ല. റൗണ്ട് പൈപ്പിലൊക്കെ വരുമ്പോൾ മറ്റേത് വരുന്ന സമയത്ത് ഈ വെള്ളം അവിടെ നനഞ്ഞ തുണി കഴിയുമ്പോൾ ഇടുമ്പോൾ ഇതിൽ നിന്ന് ചെറിയ അംശങ്ങൾ ഇങ്ങനെ പിടിച്ചു നിൽക്കും. അതാണ് ഇതിൽ ചെറിയ കുത്തായിട്ട് വരുന്നത്. അത് കാലക്രമേണ വന്നിട്ട് അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഒരു കാരണം കണ്ടത് പറഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഹരിയേട്ടൻ പറഞ്ഞുതരും. നമുക്കതിപ്പോൾ പോളിഷ് ചെയ്യാനായിട്ട് ആദ്യം ഫ്ലാപ്പ് വീൽ ഉപയോഗിക്കാം. അതെ, നമ്മൾ ഫ്ലാപ്പ് വീല് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. 60, 80, 120, 120, 220, 320. അതുവരെയുള്ള ഫ്ലാപ്പ് വീൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ ഫസ്റ്റത്തെ സ്റ്റേജ് നമ്മൾ അത് കഴിയും. ഓക്കെ. പിന്നെ ഇത് ഫ്ലെക്സിബിൾ ആണ്. എനിക്ക് തോന്നുന്നു ചില സ്ഥലത്ത് നമുക്ക് നേരിട്ട് ഇങ്ങനെ അടിക്കാൻ പറ്റാത്ത പ്രദേശത്ത് നമുക്ക് എഡ്ജ് വെച്ചിട്ട് എഡ്ജുകളിലൊക്കെ അടിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും ഏകദേശം സെയിം ആണ്. പക്ഷേ കോർണറിലൊക്കെ ഇത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, മറ്റേതില്ല. ഓക്കെ. അപ്പൊ ഇതിന് ഈ പറഞ്ഞ പോലെ 5 സൈസ് ഉണ്ട്. 80 ഉണ്ട്, 120 ഉണ്ട്. ഓക്കെ. അത് കഴിഞ്ഞ് ഉപയോഗിക്കുന്നത് റെഡ് വീലാണ്. ഇതിന്റെ ആ ഒരു പോറൽ പോലുള്ളതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട്. അതെ. ഇത് വെച്ച് തേക്കുന്ന സമയത്ത് നമ്മൾ ഈ സോപ്പ് ഉപയോഗിക്കണ്ടേ? വേണ്ട, സോപ്പ് ഉപയോഗിക്കണ്ട. വൈറ്റ് വീൽ. ഓക്കെ. അപ്പൊ ഇത് വെച്ച് അടിക്കണ സമയത്ത് നമ്മുടെ ഒരു മാറി ഇതിന്റെ ഒരു എനിക്ക് തോന്നുന്നു ഒരു മാറ്റ് സർഫസ് വരുന്നു. മാറ്റ് പോലെ ഒരു ഫിനിഷിംഗ് ആയിട്ട് വന്നു. അതിനുശേഷമാണ് നമ്മൾ ഈ വൈറ്റ് വീലും സോപ്പ് ഉപയോഗിക്കുന്നത്. വൈറ്റ് വീല് അടിക്കുമ്പോഴത്തേക്ക് ഈ സോപ്പ് ഉപയോഗിക്കും. സോപ്പ് ഉപയോഗിച്ചാൽ ലാസ്റ്റ് ഫിനിഷിംഗ് ആയിട്ട് വേണമെങ്കിൽ കോട്ടൺ വീൽ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മൾ പണ്ടത്തെ എങ്ങനെയാണോ പുതിയ സ്റ്റെയിൻലെസ് സ്റ്റീൽ നടക്കണ അതുപോലെ ചെയ്യാം. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഈ കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ചെയ്തു കൊടുക്കാനും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചെയ്തു കൊടുത്തോളാം. അപ്പൊ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പൊ കൂടുതൽ വരികയാണെങ്കിലും നമുക്കത് ചെയ്തു കൊടുക്കാം. ശരി, ഓക്കെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ
കോൺടാക്ട് ചെയ്യുക, നമുക്കത് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ ഇത്രയും എമൗണ്ട് എല്ലാവരും ചിലവാക്കി കിടക്കുന്നതാണ്. അപ്പോൾ പുതിയ സ്റ്റീൽ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല എപ്പോഴും.